എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും പേരിൽ നമസ്കാരം. ഇന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ബൈബിളിനെ കുറിച്ച് എൻ്റെ അറിവിൽ ഒരുപാട് അറിവുള്ള ഒരു ശ്രീമാൻ മാത്യു കോശിയാണ്. അദ്ദേഹം ഞങ്ങൾ തമ്മിൽ പലയിടത്തും യാത്ര ചെയ്യുന്ന സമയത്ത് ബൈബിളിനെ കുറിച്ച് എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സൗഹൃദ സംഭാഷണത്തിന് വേണ്ടിയിട്ട് ഈ വേദി ഒരുക്കാമെന്ന് തന്നെ തീരുമാനിച്ചത്. അതിന് അദ്ദേഹം സമ്മതിക്കുകയും ഇന്നിവിടെ നമ്മുടെ കൂടെ പങ്കെടുക്കാമെന്ന് പറഞ്ഞതിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വീകരിക്കുകയും കൂടെ ചെയ്യുകയാണ്. ഞാൻ ആദ്യം തന്നെ ശ്രീ അരികുമാർ സാറിനും ഖദീജയ്ക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിന് ഹൃദയംഗമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമുക്ക് ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളൊക്കെ പണ്ട് കേട്ടുമടുത്ത ഒരു പാട്ടുണ്ട്. അതായത് അച്ഛനും ബാപ്പയും എന്ന പടത്തിൽ നമ്മുടെ വയലാർ രാമവർമ്മ മാഷ്, മഹാനായ രാമവർമ്മ മാഷ് എഴുതി ദേവരാജൻ മാഷ് ഡയറക്റ്റ് ചെയ്ത് സംഗീതം കൊടുത്ത് എടുത്ത ഒരു പാട്ടുണ്ട്. ഏതാണെന്നറിയോ? ഓർമ്മയുണ്ടോ? ഇല്ല. അത് പാടിയിരിക്കുന്നത് യേശുദാസുവാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യൻ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഇതാണ് ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ലോകത്ത് എവിടെ നോക്കിയാലും മതത്തിന്റെ പേരിലും അല്ലെങ്കിൽ പെണ്ണിന്റെ പേരിലും മനസ്സിന്റെ പേരിലും മണ്ണിന്റെ പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യസ്പർദ്ധ വളർത്തുന്ന രീതിയിലാണ് കണ്ടുവരുന്നത്. ആ കാഴ്ചപ്പാടിനെ കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്നിച്ച് യാത്ര ചെയ്ത് നോക്കാം. ഇവിടെ മനുഷ്യൻ എന്ന് പറയുന്നത് മനുവിന്റെ പുത്രൻ എന്നൊരർത്ഥമുണ്ട്. പിന്നെ മനനം ചെയ്യാൻ കഴിവുള്ളവൻ എന്നുള്ള ഒരു അർത്ഥം കൂടാണ്. അത് കേട്ട് കാണും. ഹോമോസീപ്പിയൻസ് എന്നുള്ള വാക്ക് കേട്ട് കാണുമായിരിക്കും. അതുപോലെ തന്നെ മതമെന്ന് പറയുന്നതും റിലീജിയോ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നും വന്നതാണ്. അതിൽ നിന്നാണ് റിലീജിയോ എന്നുള്ള ഒരു വാക്കുണ്ടായിരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിപ്പിണഞ്ഞു കിടക്കുകയാണ്. അപ്പൊ മനുഷ്യന് മാത്രമായിട്ടുള്ളതാണ് ഒരു മതം എന്ന രീതിയിലേക്കാണ് പണ്ടും കണ്ടിരുന്നത്, ഇപ്പോഴും കാണപ്പെടുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് മാത്യു സാറിന്റെ അഭിപ്രായം എന്താണ്? മനുഷ്യൻ ഒരു മതവിശ്വാസിയാകുന്നതിനേക്കാള് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനാകുന്നതിനെയാണ്, അതായിരിക്കും സമൂഹത്തിന് നല്ലത്. മതത്തിൽ ഇപ്പൊ സാറിപ്പം പാടിയ പാട്ട് പോലെ മതങ്ങൾ ദൈവത്തെ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം പല മതങ്ങളുടെയും നിലവാരം. പല മതത്തിലും അംഗങ്ങളായിരിക്കുന്നവർക്ക് അവർക്ക് ദൈവത്തോടൊരു കണക്ഷൻ ഉണ്ടാകുന്നില്ല. കാരണം ആ മതത്തിലെ നേതാക്കന്മാര് അല്ലെങ്കിൽ ആ മതത്തിലെ പുരോഹിതന്മാര് ഈ സാധാരണ വിശ്വാസികളെ മതത്തിനകത്ത് അടിമപ്പെടുത്തി കളയുക, മതത്തിനകത്ത് ഒതുക്കി കളയുക.
നമ്മളെ നാട്ടിൽ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ കാണുന്ന രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഈ പാർട്ടിയിൽ നിന്ന് അടുത്ത പാർട്ടി പോകാൻ പാടില്ല, ഈ മതത്തിൽ നിന്നും നിങ്ങൾ മറ്റൊന്നിലേക്ക് പോകാൻ പാടില്ല. ഒരു സങ്കുചിതമായിട്ട് ജനങ്ങളെ ഒതുക്കി കളയുന്ന ഒന്നാണ് പലപ്പോഴും മതം. ഒരു മനനം ചെയ്യണമെന്ന് സാറ് പറഞ്ഞല്ലോ. അപ്പൊ മനനം ചെയ്യാൻ സമ്മതിക്കാതെ ടോപ്പിലിരിക്കുന്നവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് മതം പലപ്പോഴും അവരുടെ തന്നെ വിശ്വാസികളുടെ മേൽ ചുമത്തുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസികളെ, അവരായിരിക്കുന്ന മതസംഘടനയുള്ളവരെ അവർ കൺട്രോൾ ചെയ്യുന്നത്, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. മതം ശരിക്കും മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതാണ്, മനുഷ്യരെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ്. അവരെ ഈവൻ ശാരീരികമായി പോലും മാനസികമായിട്ടും ആത്മീയമായും മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമുള്ളതാണ് മതം. അതാണ് മതത്തിന്റെ ഉത്തരവാദിത്വം. പക്ഷെ അതിന്റെ നെഗറ്റീവ് സൈഡാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഒരു നമ്മള് പറയുമല്ലോ, പ്രാകൃത മനുഷ്യൻ, ജഡീക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ. അപ്പം മനുഷ്യൻ, പ്രാകൃത മനുഷ്യൻ എന്ന് പറയുമ്പം മൃഗങ്ങളുടെ സ്വഭാവമാണ്. മൃഗത്തിന്റെ സ്വഭാവം പ്രാകൃത മനുഷ്യനാണ്. ജഡീക മനുഷ്യൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഉയർന്നൊരു തലത്തിലാണ്. അതിലും ഉയർന്നൊരു തലമായ ആത്മീയ തലത്തിലോട്ട് മനുഷ്യനെ കൈപിടിച്ചുയർത്തേണ്ടതാണ് മതം. അതാണ് മതത്തിന്റെ ഉത്തരവാദിത്വം. പക്ഷെ മതങ്ങൾ പലപ്പോഴും ആത്മീയരായിരിക്കുന്ന മനുഷ്യരെ ജഡീക മനുഷ്യരാക്കി തീർക്കുക ചെയ്യുന്നത്. അവരുടെ മനസ്സിൽ ജഡചിന്തകൾ, അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കുന്ന ചിന്തകൾ, അല്ലെങ്കിൽ സ്വന്തം സമൂഹത്തിന്റെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് അവരെ താഴ്ത്തിക്കൊണ്ടുവരുന്നതിന് മതങ്ങൾ പലപ്പോഴും കാരണമാകുന്നുണ്ട്. മനുഷ്യർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ മനുഷ്യനെ മാറ്റിയെടുക്കുന്നില്ല. ഒരു ആത്മീയന്റെ സ്വഭാവം എന്ന് പറയുന്നത്, ആത്മീയന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം, ഇതൊക്കെ ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ഇതൊന്നും മതവിശ്വാസികളില് ഉരുത്തിരിഞ്ഞു വരുന്നില്ല. കാരണം അവർക്ക് തന്നെ സമാധാനമില്ല. ബൈബിളിൽ യേശു ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ലോകം മുഴുവൻ ഓടി നടന്ന് ആളുകളെ മതത്തിലോട്ട് ചേർത്തിട്ട് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പണ്ടത്തേക്കാൾ കഷ്ടമായി പോയി. അപ്പം നിങ്ങളുടെ കണ്ണിൽ കരടിരിക്കുന്ന കരട് നിങ്ങൾ ആദ്യം എടുത്തു കളയണം. പക്ഷെ ഇപ്പൊ നമ്മുടെ കണ്ണിൽ കരട് വെച്ചിട്ട് ചെറിയ കരടുള്ളവരെ നമ്മൾ നന്നാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മതത്തിന് അടിമപ്പെട്ടു പോകരുത് എന്നാണ് എന്റെ സജഷൻ. മതത്തിന് അടിമപ്പെട്ടു പോകാതെ നമ്മൾ ദൈവവിശ്വാസികളായിരിക്കണം. ദൈവവിശ്വാസികളായിരിക്കുന്നവർക്ക് അപ്പൊ അവിടെ ഈ മതത്തിന് അടിമപ്പെട്ട് പോകരുത് എന്ന് നമ്മൾ പറയുമ്പോൾ ആ മതത്തെക്കുറിച്ച് പഠിക്കുകയും, മതം ഇപ്പൊ പറഞ്ഞല്ലോ പല നല്ല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അതായത് സമൂഹത്തിന് ഒരു ഐക്യമുണ്ടാക്കുന്നുണ്ട് മതത്തിന്റെ പേരില്. അതുപോലെ തന്നെ മതത്തിനകത്താണെങ്കിലും ചില ആചാരങ്ങള് അതുണ്ട്. പക്ഷെ എൻ്റെ നോട്ടത്തില് മതത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ദൈവം എന്നുള്ളത് അറിയുന്നുണ്ടോ, അറിയാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിനെ ആരാധിക്കുവാനുള്ള ചില ക്രമങ്ങളും, വിവാഹം, ജനനം, മരണം തുടങ്ങിയതിലുള്ള ചില ആചാരങ്ങളും മാത്രമല്ല ഈ മതങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ളൂ. അതിന് ഉപരിയായിട്ട് വേറെ എന്തെങ്കിലും ഇപ്പൊ ബൈബിളിലോ അങ്ങനെ ഉൾക്കൊണ്ടതായിട്ട് പറയാൻ പറ്റുന്നു? ഒരു മനുഷ്യ ജീവിതത്തില് ഇത് മൂന്നും അല്ല പ്രാധാന്യപ്പെട്ടത്. ഏതാണ്? ജനനം, മരണം, വിവാഹം, അല്ലെങ്കിൽ വേറെ ചില മറ്റു കാര്യങ്ങളും കൂടെ ചേർക്കുമായിരിക്കും. ഇത് മാത്രമല്ലേ മതങ്ങളിൽ എംഫസൈസ്, അത് പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ മതം എംഫസൈസ് ചെയ്യേണ്ടത് അതല്ല. കാരണം ബൈബിളില് അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസിയായ ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് നമുക്ക് മരണമില്ല. നമുക്ക് മനുഷ്യർക്ക് മരണമില്ല. മനുഷ്യര് ദൈവം നിത്യനാണ്.
അല്ലെ? ദൈവം ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെയും ഉണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ നിത്യതയാണ്, നമുക്ക് മരണമില്ല. പക്ഷെ ഈ ആദ്യം ഒരു വ്യക്തിയെ ഇപ്പൊ നിരീശ്വരവാദിയാകാം, അല്ലെങ്കിൽ വേറൊരു മതത്തിലായിരിക്കുന്ന ആളായിരിക്കാം, ഇങ്ങനെ ആളുകൾ ഓടി നടന്ന് ക്യാൻവാസ് ചെയ്തു ആ വ്യക്തിയെ അവരായിരിക്കുന്ന മതത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം ആദ്യം ഇവർ പറയുന്നത് ദൈവത്തെക്കുറിച്ചും ഒക്കെ ആയിരിക്കും, ദൈവവിശ്വാസത്തെ കുറിച്ചൊക്കെ ആയിരിക്കും. പക്ഷെ സ്വന്തം മതത്തിൽ വന്നു കഴിയുമ്പോൾ പിന്നെ അവരെ ഈ മതത്തിന്റെ കൾച്ചർ, ഇതിലെ വിവാഹ രീതി, അല്ലെങ്കിൽ ഇതിലെ ചടങ്ങുകള്, ഇതിന്റെ കുറെ സെറിമോണിയൽസ്, ഇതിനകത്തൊക്കെ ഒതുക്കി കൂട്ടുക ചെയ്യുന്നത്. മതം മതത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞാല് ഞാൻ മരണമില്ലാത്തവനാണെന്നുള്ളതാണ് ഒരു മനുഷ്യൻ ആദ്യം മനസ്സിലാക്കേണ്ടത്. എനിക്ക് മരണമില്ല, ഞാൻ മരിക്കുന്നില്ല. എനിക്കൊരു യേശു പറഞ്ഞത് നമ്മള് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന്. നമ്മുടെ മനസ്സാ പുതുക്കേണ്ടത്, മനസാന്തരം. നമ്മുടെ മനസ്സാ പുതുക്കേണ്ടത്. അപ്പൊ നമ്മള് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനെ പുതുക്കേണ്ടത്. അപ്പൊ നമ്മൾ മതത്തിലോട്ട് വന്നിട്ട് നമ്മുടെ മനസ്സിന് മാറ്റം ഉണ്ടാകുന്നില്ല എങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. ലോക മനുഷ്യര് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവര് ഒരു 90 വയസ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 80 വയസ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് ചിന്തിക്കുന്നത് പോലെ, ഈ ലോകത്തിൽ എന്തെങ്കിലും നേടണമെന്ന് ചിന്തിക്കുന്നത് പോലെ ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ മതത്തിനകത്തുമുള്ളത്. അപ്പൊ മതത്തിനകത്ത് യഥാർത്ഥത്തിൽ ഈ കാണുന്നതെല്ലാം മായയാണെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതെല്ലാം മായയാണ്. നമ്മുടെ ഈ ജീവിതം പോലും മായയാണ്. നമ്മളെ ജനിച്ചു, മരിച്ചു, പിന്നെയും നമുക്കൊരു ജീവിതം ഉണ്ടെന്നാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. പക്ഷെ ഇവിടെ എങ്ങനെ ഉയർച്ച പ്രാപിക്കാം? ഈ ഭൗതിക ലോകത്തിൽ മനുഷ്യനെ ഒതുക്കി കൂട്ടുന്നതാണ്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായി പോകുന്നു പലപ്പോഴും മതത്തിന്റെ കൾച്ചർ. ഇത് തന്നെയല്ലേ നമ്മുടെ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇതും. അതായത് നമ്മള് ക്രിസ്ത്യൻ, ഇസ്ലാമിക്, അതുപോലെ തന്നെ ജൂതിസം, ഇതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അബ്രഹാമിക് മതങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട മതങ്ങൾ തന്നെയാണ്. തോറ എടുത്തു നോക്കിയാലും, അതുപോലെ തന്നെ ബൈബിൾ എടുത്തു നോക്കിയാലും, ഖുറാൻ എടുത്തു നോക്കിയാലും, ഇതിനകത്തൊക്കെ ഏകദേശം ഒരു സാമ്യത നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും 3 പ്രശസ്തമായിട്ടുള്ള മതങ്ങളാണ് ജ്യോതിസവും, ക്രിസ്ത്യാനിറ്റിയും, അതുപോലെ തന്നെ ഇസ്ലാം മതം എന്ന് പറയുന്നത്. ഇത് 3 ഉണ്ടായി നല്ല പർപ്പസിന് വേണ്ടിയിട്ട് വന്നു. പക്ഷെ അതിപ്പോ ലോകത്തില് പലതും പല രീതിയിൽ പോകുന്നു. അത് ദൈവത്തിന്റെ കളിയാണോ അതോ മനുഷ്യന്റെ കളിയാണോ? അത് ദൈവം മനുഷ്യന് ഭൂമിയെ കൊടുത്തിരിക്കുന്നു എന്നാ പറയുന്നത്. ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുക. അപ്പം ഞാൻ എൻ്റെ മകളെ CA പഠിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ പഠിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം മകൾക്കാണ്. അപ്പം ദൈവം ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഭൂമിയെ പരിപാലിക്കേണ്ട, ഭൂമിയെ നോക്കി നടത്തേണ്ട ഉത്തരവാദിത്വം മനുഷ്യർക്കാണ്. അത് മനുഷ്യരുടെ ഉത്തരവാദിത്വം. അപ്പം ഈ അബ്രഹാമിന് ദൈവത്തിന്റെ പ്രത്യക്ഷത ഉണ്ടായി. അബ്രഹാം ദൈവത്തെ പിൻപറ്റി. ദൈവവിശ്വാസി ആയിരുന്നത് കൊണ്ട് അബ്രഹാം ലോകത്തിന് പ്രയോജനമായിരുന്നു. പക്ഷെ അബ്രഹാമിന്റെ തലമുറകളിലൂടെ ഉണ്ടായി വന്ന ആ മതങ്ങൾ നമ്മളിപ്പോ അവിടെ തന്നെ സാറ് പറഞ്ഞത് അബ്രഹാം എന്ന ഒരു വ്യക്തിയിൽ നിന്നുണ്ടായി. അപ്പൊ ആ ഒരു വ്യക്തിയിൽ നിന്ന് പല മതങ്ങളുണ്ടായി. ഇന്നും അത് സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഇന്നും ക്രിസ്തു മതത്തിൽ നിന്ന് ഒത്തിരി വിഭാഗങ്ങളുണ്ട്. അതുപോലെ ഇസ്ലാം മതത്തിലും അതുപോലെ പല വിഭാഗങ്ങളുണ്ട്. എന്നും ഏതെങ്കിലും ഒരു വ്യക്തി ചില ഡീവിയേഷനിലൂടെ ഒരു പുതിയ സംഘടന തുടങ്ങി, പിന്നീട് അതൊരു മതമാക്കി മാറ്റി, അതൊരു പർട്ടിക്കുലർ ഒരു റിലീജിയനാക്കി അതിനെ മാറ്റുക ചെയ്യുന്നത്.
അങ്ങനെ മാറ്റി 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 പോകുന്നത് കൊണ്ട് ശരിക്കും ഒന്നിച്ചു നിൽക്കേണ്ട ജനം, ഒന്നിച്ചു നിൽക്കേണ്ട മനുഷ്യര് പലതായി പോകുന്നു. പക്ഷെ ഇവരെല്ലാം പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു ദൈവത്തിലേക്കാണ്. അതൊരു ജാതീയ വ്യവസ്ഥിതിയാണോ ശരിക്കും പറഞ്ഞത്? പൊതുവെ മനുഷ്യൻ ശരിക്കും പ്രാകൃത മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ മൃഗമാണെന്ന് പറയാം. മൃഗത്തിന്റെ ഒരു സ്വഭാവമുണ്ട് അല്ലെ? അപ്പൊ മനുഷ്യന്റെ അകത്ത് ഈ സ്വഭാവം കിടപ്പുണ്ട്. മനുഷ്യന്റെ അകത്ത് മൃഗത്തിന്റെ സ്വഭാവം കിടപ്പുണ്ട്. അപ്പൊ എപ്പോഴും അവന് സ്വന്തമായി നേടണമെന്നുള്ള ആഗ്രഹമാണ്. സ്വന്തമായി ഇപ്പം ഒരു ആത്മീയ പുരോഹിതനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ സ്വന്തം കാര്യത്തിലേക്ക് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അത് അദ്ദേഹത്തിന്റെ മതമായി കാലക്രമത്തിൽ മാറും. അങ്ങനെ ദൈവികത്വം എല്ലാ സമയവും നിലനിൽക്കണമെന്നില്ല. നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയാലും കാലക്രമേണ ചിലപ്പോൾ അത് ഒരുപക്ഷെ തുടങ്ങിയ വ്യക്തികൾ നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയാലും പിന്നീട് വരുന്ന തലമുറക്കാർ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ താറുമാറാക്കി കളയും. അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മതത്തിൽ അടിമപ്പെട്ടു പോകാതെ ദൈവത്തിൽ വിശ്വസിക്കുക. നമുക്കൊരു മീഡിയേറ്റർ ആവശ്യമില്ല. ദൈവത്തിനും മനുഷ്യർക്കും ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ ആവശ്യമില്ല. നമ്മൾ വിളിച്ചാൽ കേൾക്കാത്ത ദൈവം അല്ലല്ലോ. നമ്മൾ വിളിച്ചാൽ കേൾക്കാത്ത ദൈവമല്ല. ദൈവം സർവ്വവ്യാപിയാണ്, സർവവും അറിയുന്നവനാണ്, എല്ലായിടത്തും എപ്പോഴും ഉള്ളവനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല. നമുക്കൊരു മതത്തിന്റെ പോലും ആവശ്യമില്ല. നമുക്കൊരു മീഡിയേറ്ററിന്റെയോ അല്ലെങ്കിൽ ചില ചടങ്ങുകളുടെയോ ഒരു ചടങ്ങുകൾക്കകത്തൊന്നും ഒതുക്കാൻ പറ്റത്തില്ല ദൈവത്തെ. അല്ലെങ്കിൽ നമ്മൾ മനസ്സാൽ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം നമ്മൾ അകത്ത് വരും. ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ജീവിക്കുകയും ചലിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് ദൈവത്തിലാണ്. നമ്മൾ ജീവിക്കുന്നതും ചലിക്കുന്നതും ഇരിക്കുന്നതും ദൈവത്തിലാണ്. അപ്പം സാറിന് ഭഗവത്ഗീതയിലൊക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പം ഇത് മനസ്സിലാകാതെ ഞാനെന്നുള്ള ഒരു വ്യക്തിയിലോട്ട് ഒതുങ്ങി പോകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് നാം ദൈവത്തിലാണെങ്കിൽ പിന്നെ നമുക്കൊരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല. ദൈവമാണ് എന്നെ നടത്തുന്നതെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും ചടങ്ങുകളുടെ ആവശ്യമില്ല. ഈ ചടങ്ങുകളൊക്കെ നമുക്ക് ആവശ്യമുള്ളത് എന്തുകൊണ്ടാണ്? നമ്മൾ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നാ നിൽക്കുന്നത് നമുക്ക് ചിന്തയുള്ളതുകൊണ്ടാണ്. അപ്പം ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് അടുത്തില്ല, എന്നിട്ട് വേറെ ആരെങ്കിലും ഹെൽപ്പ് വേണം എന്നൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു മീഡിയേറ്റർ ആവശ്യമുള്ളത്. ദൈവം എല്ലായിടത്തും ഉണ്ട്. കല്ലിലും ദൈവത്തിന്റെ അംശം എല്ലായിടത്തും ഉണ്ട്. ദൈവം എല്ലാവരിലും ഉണ്ട്. ദൈവമാണ് എല്ലാത്തിനും സൃഷ്ടിച്ചത്. അങ്ങനെയെങ്കിൽ ഇപ്പം നമ്മൾ പറയുന്നുണ്ടല്ലോ നരകം, ദൈവം പല മതങ്ങളിൽ അങ്ങനെ നരകത്തിലേക്ക് മനുഷ്യരെ വിടുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ നരകവും ദൈവത്തിൻ്റെത്. സ്വർഗത്തിലേക്ക് മനുഷ്യരെ ദൈവം കൊണ്ടുപോകുന്നു. അങ്ങനെ സ്വർഗവും ദൈവത്തിൻ്റെത്. അപ്പം എവിടെയും ദൈവം ഉണ്ട്. നരകത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും എവിടെയും ദൈവമുണ്ട്. അപ്പം പിന്നെ ഞാനൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ പാപിയാണ് എന്നതുകൊണ്ട് ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾക്ക് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല, നമുക്കിപ്പം ഒരു മന്ത്രിയെ കാണണമെങ്കിൽ ആരുടെയെങ്കിലും ഒരു റെക്കമെൻഡേഷൻ വേണമെന്നുള്ളത് പോലെ നമ്മൾ ദൈവത്തെ ആക്കിക്കളയും. അങ്ങനെ ആക്കിക്കളയുന്നത് കൊണ്ടാണ് ഈ മതസംഘടനകള് മനുഷ്യരെ ഇത്രയും ചൂഷണം ചെയ്യുന്നത്.